നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേക്കലിൽ വേടന്റെ സംഗീത പരിപാടി കാണാനെത്തിയപ്പോൾ ട്രെയിൻ തട്ടി മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശിവനന്ദിന്റെ മാതാപിതാക്കൾ ജീവനൊടുക്കിയ നിലയിൽ. കാസർഗോഡ് പൊയ്നാച്ചി പറമ്പിലെ വേണുഗോപാലൻ നായർ സ്മിത ദമ്പതികളെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർദ്ധിപ്പിച്ച പാചകവാതക വില കുറയ്ക്കണമെന്നാവശ്യം. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ജനവാസ മേഖലയിലെ ബോക്സൈറ്റ് ഖനനം. സിപിഐഎം കാടകം ലോക്കൽ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എം മാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാവുകോളി കടപ്പുറത്ത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ 100ഓളം കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി. പരിസ്ഥിതി പ്രവർത്തകരും കാവുകോളി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുമായ ജയേഷിന്റെ നാളുകളായുള്ള പരിചരണത്തിലാണ് കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത്. മടിക്കൈ ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 15 നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം രഥയാത്ര സംഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട്ട് നടന്ന റൂട്ട് മാർച്ച് പുതിയകോട്ടയ്ക്കും നോർത്ത് കോട്ടച്ചേരിക്കും ഇടയിലായിരുന്നു നടന്നത്. പുല്ലൂർ താളിക്കുണ്ട് ചെറിയടച്ചി താൻതിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നടന്നുവന്ന വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. വാർത്തകൾ വിശദമായി. ബേക്കലിൽ വേടന്റെ സംഗീത പരിപാടി കാണാനെത്തിയപ്പോൾ ട്രെയിൻ തട്ടി മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശിവനന്ദിന്റെ മാതാപിതാക്കൾ ജീവനൊടുക്കിയ നിലയിൽ. കാസർഗോഡ് പൊയ്നാച്ചി പറമ്പിലെ വേണുഗോപാലൻ നായർ സ്മിത ദമ്പതികളെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് പൊയ്നാച്ചി പറമ്പിൽ ദമ്പതികളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് നാടിനെ വേദനയിലാഴ്ത്തി. ബേക്കലിൽ വേടന്റെ സംഗീത പരിപാടി കാണുവാനെത്തിയപ്പോൾ ട്രെയിൻ തട്ടി മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എം ശിവനന്ദിന്റെ മാതാപിതാക്കളെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. പൊയ്നാച്ചി പറമ്പിലെ വേണുഗോപാലൻ നായർ, ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. രാവിലെ വീടിന്റെ സെൻട്രൽ ഹാളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. മകന്റെ അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെയുണ്ടായ കടുത്ത മാനസികാഘാതമാണ് ഇവരെ ഇത്തരമൊരു കടുംകൈയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വേണുഗോപാലൻ സ്മിത ദമ്പതികളുടെ ഏകമകനും മംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ എം ശിവനന്ദ് ഡിസംബർ 29 രാത്രിയാണ് ട്രെയിൻ തട്ടി മരിച്ചത്. അന്ന് ബേക്കൽ ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി റാപ്പർ വേടന്റെ സംഗീത പരിപാടി നടത്തിയിരുന്നു. പരിപാടി കാണുവാനായി പള്ളിക്കരയിൽ നിന്നും പാളം മുറിച്ചു കടന്ന് ബീച്ചിലേക്ക് വരവെ ശിവനന്ദിനെ മംഗളൂരു ഭാഗത്തേക്ക് പോകുകയായിരുന്ന ട്രെയിൻ ഇടിക്കുകയായിരുന്നു. രാത്രി 10 മണിയോടെ ഇതുവഴി കടന്നുപോയ മറ്റൊരു ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് യുവാവിന്റെ മൃതദേഹം കണ്ടത്. ഇയാൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ആയിരങ്ങൾ ഒഴുകിയെത്തിയ വേടന്റെ സംഗീത പരിപാടിയിൽ അന്ന് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ശാരീരികാസ്വാസ്ഥ്യമുണ്ടാകുകയും ചെയ്തിരുന്നു. മകന്റെ മരണത്തിന് പിന്നാലെ വേണുഗോപാലൻ സ്മിത ദമ്പതികൾ വലിയ മാനസിക പ്രയാസത്തിലായിരുന്നുവെന്നാണ് പരിസരവാസികൾ നൽകുന്ന വിവരം. മകന്റെ മരണശേഷം വീട്ടിൽ ഒറ്റപ്പെട്ട ദമ്പതികൾ പുറം ലോകവുമായി അധികം ബന്ധപ്പെട്ടിരുന്നില്ല. മകനില്ലാതെ തങ്ങൾ ഇനി ജീവിച്ചിരിക്കില്ലെന്ന് ഇരുവരും ബന്ധുക്കളോടും മാതാപിതാക്കളോടും പലതവണ പറഞ്ഞിരുന്നതായി വിവരമുണ്ട്. എല്ലാവരും പല രീതിയിൽ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിലും ദമ്പതികൾ കടുത്ത വിഷാദത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഇവർ ജീവനൊടുക്കിയത് വിശ്വസിക്കുവാനാവുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. അതേസമയം മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർദ്ധിപ്പിച്ച പാചകവാതക വില കുറയ്ക്കണമെന്നാവശ്യം. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. വർദ്ധിപ്പിച്ച പാചകവാതക വില കുറയ്ക്കുക, മോദിയുടെ US വിധേയത്വം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്.
പ്രതീകാത്മകമായി ഗ്യാസ് സിലിണ്ടറിന് റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത്. കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം നിരമ്പി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇറാനിൽ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ, അവിടുത്തെ മനുഷ്യന് വട്ടയാടുന്ന ഘട്ടത്തിൽ, പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ അക്രമം നടത്തുന്ന ഘട്ടത്തിൽ, അവിടെ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന വെനസ്വേലയുടെ പ്രസിഡന്റിനെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടുപോകുന്ന നില അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിച്ചപ്പോ ഈ കേരളത്തിന്റെ തെരുവിൽ നമ്മൾ പ്രതിഷേധിച്ചപ്പോ നമ്മളോട് ചില ആളുകൾ ചോദിച്ചു, വലതുപക്ഷ രാഷ്ട്രീയം ചോദിച്ചു, നിങ്ങൾ എന്തിനെ ഈ കേരളത്തിൽ പ്രതിഷേധിക്കണം, നിങ്ങൾ എന്തിനെ ഇന്ത്യയിൽ പ്രതിഷേധിക്കണം? ഡിവൈഎഫ്ഐയോ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെക്കുന്ന സാർവദേശീയ രാഷ്ട്രീയ പശ്ചാത്തലം എന്നത് ലോകത്തെവിടെയും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മുടെ അടുക്കളയിലേക്ക് എത്തുമെന്നതിന്റെ തെളിവാണ് ഇപ്പൊ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. ഈ പ്രതിസന്ധിയുടെ മുന്നിൽ ഇന്ത്യയിലെ സർക്കാർ സ്വീകരിക്കുന്ന നടപടി എന്താ? സ്വാഭാവികമായും ഒരു രാജ്യത്തിന്റെ ഇന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുതൽ ഇന്ധനമായി 90 ദിവസത്തേക്കുള്ള ഇന്ധനം കരുതി വെക്കണമെന്നാണ് അതിന്റെ എല്ലാ തരത്തിലുള്ള നിയമ സംഹിതകളും പറയുന്നത്. വി ഗിനീഷ് അധ്യക്ഷത വഹിച്ചു. ബിബിൻ രാജ്പായം, പ്രവിശ പ്രമോദ് എന്നിവർ സംസാരിച്ചു. സുജിത് മോനാച്ച സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനവാസ മേഖലയിലെ ബോക്സൈറ്റ് ഖനനം CPIM കാടകം ലോക്കൽ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം M മാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജനവാസ മേഖലയിലെ ബോക്സൈറ്റ് ഖനന നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM കാടകം ലോക്കൽ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. ഖനനത്തിന് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെന്നും എന്നാൽ തുടർ നടപടി തടയണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധവുമായി പാർട്ടി പ്രവർത്തകർ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം M മാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അമൂല്യമായിട്ടുള്ള ബോക്സൈറ്റ് നിക്ഷേപമുണ്ട്. ആ ബോക്സൈറ്റ് നിക്ഷേപം ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി, അത് കുഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള സർവേയാണ് നടത്തുന്നത്. അങ്ങനെ ഒരു സ്വാഭാവികമായി നാട്ടുകാരിൽ ആശങ്കയുണ്ടാകും. ആ ആശങ്കയുടെ ഭാഗമായി നാട്ടുകാർ കൂടുതൽ സംശയങ്ങൾ ഉന്നയിക്കേണ്ടത്. നമ്മുടെ നാടിന്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത്. ഇങ്ങനെ ചെയ്താൽ, ഇവിടെ ഖനനം നടത്തിയാൽ എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതം എന്ന് ഈ അധികാരികളോട് നാട്ടിലെ ജനങ്ങളാകെ സംശയം ഉന്നയിച്ചപ്പോ നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ ആവശ്യമായ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും, ഇതിന്റെ ഭാഗമായി പാരിസ്ഥിതികമായ പ്രശ്നങ്ങളില്ല എന്ന നിലയിലേക്കൊക്കെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അതിന്റെ സർവേ അവരെടുത്തത്. ഏതായാലും അന്ന് തന്നെ CPIM അതുപോലെ തന്നെ ആ പ്രദേശത്തെ ജനങ്ങളുമെല്ലാം ഈ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു, ആശങ്കകൾ രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചില നിവേദനങ്ങളും, അധികാരികൾക്ക് നിവേദനങ്ങളും അതേപോലെ തന്നെ ചില പത്രവാർത്തകളും ഒക്കെ തന്നെ നേരത്തെ നമ്മൾ കൊടുത്തതാണ്. എന്നാൽ ജനങ്ങളെ ആകെ മറച്ചു വെച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പത്രപരസ്യം വരികയാണ്. ഇതുമായി ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള ചില നോട്ടീസുകൾ പത്രത്തിൽ വരാനിടയുണ്ട്. ഇത് കണ്ടപ്പോൾ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉളവാക്കുന്നതിലേക്ക് ജനങ്ങൾ ഭീതിയോടെയാണ് ഈ ഖനനത്തെ നോക്കിക്കാണുന്നത്. M വിജയകുമാർ, SR സത്യാവതി, CK വിജയകുമാർ, മോഹനൻ കാടകം, KP സുലജ, KV നവീൻ, K ശങ്കരൻ, K ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മടിക്കൈ ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 15 നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം രഥയാത്ര സംഘടിപ്പിച്ചു. മാർച്ച് 15 കോട്ടപ്പാറയിൽ നടക്കുന്ന മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് രഥയാത്ര സംഘടിപ്പിച്ചത്. വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെച്ച ക്ഷേത്രം മേൽശാന്തി മുരളി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആ പദപ്രയോഗമാണ് ഈ ഭാരത സംസ്കാരത്തിന്റെ, സനാതന സംസ്കാരത്തിന്റെ അന്തസ്സത്ത്.
G20 ഉച്ചകോടിയിൽ ഡൽഹിയിൽ നടക്കുമ്പോൾ 21 രാഷ്ട്രങ്ങൾ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ വന്നു ചേർന്നപ്പോൾ നമ്മുടെ മഹാമന്ത്രം വസുധൈവ കുടുംബകം എന്നുള്ളതാണ്. മതത്തിന്റെ പേരിലും സമുദായത്തിന്റെ പേരിലും ഭക്ഷണത്തിന്റെ പേരിലും വേഷത്തിന്റെ പേരിലും ആശയത്തിന്റെ പേരിലും മനസ്സിൽ ഉറപ്പിച്ച ആദർശത്തിന്റെ പേരിലും കൊലപാതകങ്ങളും ചർച്ചകളും വൈവിധ്യങ്ങളും അക്രമങ്ങളും അരങ്ങേറുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, ലോകത്തെ മുഴുവൻ ഒരേ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളായി കാണാൻ സാധിച്ച ഒരേ ഒരു സംസ്കൃതി ഭാരത സംസ്കൃതിയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വിശ്വാസികളും പാപികളെന്ന് രണ്ടായി മനുഷ്യ സമൂഹത്തെ തരംതിരിച്ചപ്പോൾ ഇവിടെ ഏകം സത്വിപ്ര ബഹുധാ വദന്തി എന്നാണ് പറഞ്ഞത്. സത്യമെന്നാണ് പണ്ഡിതന്മാർ ഇതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു. ഇവിടെ പ്രവാചകനെ ആരാധിച്ചോളൂ, ഇവിടെ യേശുദേവനെ ആരാധിച്ചോളൂ, കൃഷ്ണനെ ആരാധിച്ചോളൂ, വാളിനെ ആരാധിച്ചോളൂ, കല്ലിനെ ആരാധിച്ചോളൂ, നദിയെയും കുന്നിനെയും ദൈവത്തെയും ആയുധത്തെയും എല്ലാം ആരാധിച്ചോളൂ. നാം ഭഗവത്ഗീത ദർശനത്തിലൂടെ പറയുന്നത് ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരേ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നാണ്. സംഘാടക സമിതി ചെയർമാൻ ബിനോരാജ് കോട്ടപ്പാറ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് എം രാജൻ, രക്ഷാധികാരി TV ഭാസ്കരൻ, P കുഞ്ഞിരാമൻ, തായങ്കട എന്നിവർ സംസാരിച്ചു. തുടർന്ന് മടിക്കൈ പഞ്ചായത്തിലെ ചുണ്ട, മുണ്ടോട്ട്, കാഞ്ഞിരപ്പൊയിൽ, കോതോട്ടുപാറ, ബങ്കളം, മൂന്നുറോഡ്, എരിക്കുളം, ആലിങ്കാൽ, അടുക്കത്തുപറമ്പ്, കൂലോം റോഡ്, മേക്കാട്ട്, കാലിച്ചാമ്പൊതി, പൂത്തക്കാൽ, മടിക്കൈ, അമ്പലത്തറ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. P ഓംപ്രകാശ്, PR ശശിധരൻ മാസ്റ്റർ, K മോഹനൻ, T നാരായണൻ, PV കേളു, T ചന്ദ്രൻ, T രമേശൻ, V ഗോവിന്ദൻ, CV തമ്പാൻ, പുഷ്പ ഭാസ്കരൻ എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. തുടർന്ന് സമ്മേളന നഗരിയിൽ സ്ഥാപിക്കാനുള്ള കൊടിമരവും നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കല്യാൺ റോഡ് മൗങ്കാൽ വഴി കോട്ടപ്പാറയിൽ എത്തിച്ചേർന്നു. 15 വൈകിട്ട് 3:30 മുതൽ നടക്കുന്ന സമ്മേളനം മാതാ അമൃതാനന്ദമയി മഠം മധൂർ ബ്രഹ്മചാരി, ദേവദേവാമൃത ചൈതന്യ, ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ എന്നിവർ ചേർന്ന ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നടന്നുവന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വയനാട്ടുകുലവൻ തെയ്യം അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. പുല്ലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് ഉത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മതമൈത്രിയുടെ ഭദ്രതയും ഓർമ്മിപ്പിക്കുന്ന ഒരു വംശം കൂടി ഈ ആചാര ചടങ്ങുകളുണ്ട്. പണ്ട് കൊളവരെ ആദിപരപ്പൻ കുഞ്ഞാലി എന്ന മുസ്ലിം രക്തസ്ഥാനം നൽകുകയും അതിന് പകരമായി കുഞ്ഞാലി രാജഭരണത്തിൽ നിന്നും കൊളവനെ രക്ഷിച്ചുവെന്നേ. അതിന് പകരമായി കുഞ്ഞാലി മധ്യപ്രിയനായ ശ്രീ വയനാട്ടുകുലവന് കള്ളും വീതും തലയിലും മുന്നിട്ടാണ് ഒളിപ്പിച്ചു കൊണ്ടുകൊടുത്തത്. ആ ചടങ്ങിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ഈ വളർത്തുന്ന സന്നിധിയിൽ ഇപ്പോൾ നടന്നുവരുന്നത്. വയനാട്ടുകുലവൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ അനുഗ്രഹം തേടിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. 2025 വി കോമൻ മാസ്റ്റർ സ്മാരക സംസ്കൃതി ചെറുകഥാ പുരസ്കാരം പ്രഖ്യാപിച്ചു. ജിതിൻ നാരായണൻ രചിച്ച വിത്ത് എന്ന കഥ അവാർഡിന് അർഹമായി.
2025 വി കോമൺ മാസ്റ്റർ സ്മാരക സംസ്കൃതി ചെറുകഥാ പുരസ്കാരം പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ പുല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയായ സംസ്കൃതി പുല്ലൂരാണ് യശശരീരനായ വി കോമൺ മാസ്റ്ററുടെ സ്മരണാർത്ഥം ചെറുകഥാ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2025 സംസ്കൃതി ചെറുകഥാ പുരസ്കാരത്തിന് ജിതിൻ നാരായണൻ രചിച്ച വിത്ത് എന്ന കഥ തെരഞ്ഞെടുത്തിരുന്നു. കേരള സർക്കാരിന് കീഴിലുള്ള KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവസാന വർഷ സംവിധാനം, തിരക്കഥ ആൻഡ് രചന വിദ്യാർത്ഥിയാണ് ജിതിൻ നാരായണൻ. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് ജിതിൻ. പുരസ്കാരത്തിനായി 100ഓളം രചനകളാണ് സമർപ്പിക്കപ്പെട്ടത്. മനുഷ്യജീവിതത്തിന്റെ സങ്കീർണമായ സമസ്യകളെയും ആകുലതകളെയും തീവ്രമായ മനുഷ്യബന്ധങ്ങളെയും വിത്ത് എന്ന രൂപത്തിലൂടെ ആവിഷ്കരിക്കുന്ന ഈ കഥ ആർദ്രവും ഉള്ളുപൊള്ളിക്കുന്നതുമായ വായനാനുഭവം പ്രദാനം ചെയ്യുന്നുവെന്നും ഭാഷയിലും ആവിഷ്കാരത്തിലും അനിതര സാധാരണമായ കൈയടക്കം പ്രകടമാക്കുന്നുവെന്നും അവാർഡ് നിർണയ സമിതി നിരീക്ഷിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ സന്തോഷ് പനിയാൽ, കഥാകൃത്ത് ഗോവിന്ദൻ രാവണേശ്വരം, അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ജനാർദ്ദനൻ പുല്ലൂർ, ഗോപി കാരാക്കോട് എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് നിർണയിച്ചത്. 10,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2026 മാർച്ച് 22 ഞായറാഴ്ച 2:30 പുല്ലൂർ കണ്ണാങ്കോട്ട് സംസ്കൃതി ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2025 വർഷത്തെ വി കോമൺ മാസ്റ്റർ സ്മാരക സംസ്കൃതി ചെറുകഥാ പുരസ്കാരം, അതുപോലെ സംസ്കൃതി വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും ഈ മാസം 22 ഞായറാഴ്ച പുല്ലൂർ സംസ്കൃതി ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ ചടങ്ങിൽ സംസ്കൃതി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത എഴുത്തുകാരൻ ചെറുകഥാ പുരസ്കാര വിതരണം നടത്തും. സാംസ്കാരിക സദസ്സിൽ ജൂറി അംഗങ്ങളായ ഡോക്ടർ സന്തോഷ് പനിയാൽ, ശ്രീ ഗോവിന്ദൻ രാവണേശ്വരം, ശ്രീ ഗോപി കാരാക്കോട്, പുല്ലൂർ സ്കൂൾ പ്രഥമാധ്യാപകൻ സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ജനാർദ്ദൻ മാസ്റ്റർ ഈ സദസ്സിൽ ആശംസ അറിയിച്ച് സംസാരിക്കും. പ്രശസ്ത സാഹിത്യകാരൻ സന്തോഷ് ഏച്ചിക്കാനം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ, ഉദയനഗർ ഹൈസ്കൂൾ പുല്ലൂർ എന്നീ വിദ്യാലയങ്ങളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠന മികവിന് ഏർപ്പെടുത്തിയ സംസ്കൃതി വിദ്യാഭ്യാസ എൻഡോമെന്റുകളും വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അവാർഡ് നിർണയ സമിതി അംഗങ്ങളായ ഡോക്ടർ സന്തോഷ് പനിയാൽ, ഗോവിന്ദൻ രാവണേശ്വരം, ഗോപി കാരാക്കോട്, സംസ്കൃതി പ്രസിഡന്റ് രത്നാകരൻ മധുരമ്പാടി, സെക്രട്ടറി AT ശശി, VV ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീലേശ്വരം നെടുങ്കണ്ട ഹയാത്തുൽ ഇസ്ലാം ജമാഅത്ത് UAE ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ മജ്ലിസും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് CH മുസ്തഫ ഹാജി ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം നെടുങ്കണ്ട ഹയാത്തുൽ ഇസ്ലാം ജമാഅത്ത് UAE ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ മജ്ലിസും സമൂഹ ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. സ്ഥലം ഖത്തീബ് മുഹമ്മദ് അഷ്റഫ് ഫൈസിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സംഗമത്തിൽ ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ അബ്ദുൽ സമദ് ഹാജിയുടെ അധ്യക്ഷതയിൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് CH മുസ്തഫ ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഇവിടെ അതുപോലെ നമ്മുടെ സായി മേഖലയിരിക്കുന്നത് സുഖമില്ലാത്ത ലക്ഷണത്തിലാണ്. ദൈവം എത്രയും പെട്ടെന്ന് പൂർണ്ണ സുഖം പ്രാപിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം. അതേപോലെ ഒരുപാട് രോഗികളുണ്ട്, അവർക്കൊക്കെ ദൈവം പൂർണ്ണ ശിഫ നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇന്നത്തെ യോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ മുഹമ്മദ് റാഫി, കൗൺസിലർമാരായ സതീശൻ, ഷജീർ, ഉസ്താദുമാരായ സയ്യിദ് നാസിർ തങ്ങൾ, മുഹമ്മദ് നദീർ അൽ അസരി, അസ്ലാം ഹിമമി,
UAE എക്സിക്യൂട്ടീവ് ഇക്ബാൽ, സയ്യിദ് യാസർ തങ്ങൾ, PTA ചെയർമാൻ സുഹൈൽ, ജമാഅത്ത് സെക്രട്ടറി സത്താർ, ചോയമ്പു നെടുങ്കണ്ട, സായി ദാസ് നീലേശ്വരം, രാജു മാസ്റ്റർ നെടുങ്കണ്ട, അഡ്വക്കേറ്റ് നസീർ, സേതു മംഗളം എന്നിവർ സംസാരിച്ചു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി അബ്ദുൾ നസീർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നവാസ് ഹാജി നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസന സമിതി ധനശേഖരണാർത്ഥം ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 6 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസന സമിതി ധനശേഖരണാർത്ഥം ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് 2026 ഏപ്രിൽ 6 വൈകുന്നേരം 6 മണി മുതൽ കൊട്ടോടി സ്കൂൾ ഗ്രൌണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രജിത, 14 വാർഡ് മെമ്പർ ബിന്ദു ഗംഗാധരൻ, ചെയർമാൻ ഉമ്മർ പൂണൂർ, ജനറൽ കൺവീനർ PG പ്രശാന്ത്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ അഞ്ജനമുക്കൂട് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. സ്കൂൾ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് 2026 ഏപ്രിൽ 6 വൈകുന്നേരം 6 മണി മുതൽ കൊട്ടോടി സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. സ്കൂൾ വികസന നിധി സമാഹരണത്തിനായി നടത്തുന്ന പ്രസ്തുത ടൂർണമെന്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 6 പ്രമുഖ പുരുഷ ടീമുകളും പങ്കെടുക്കുന്നു. ഇതോടൊപ്പം 2 വനിതാ ടീമുകളുടെ പ്രത്യേക മത്സരവും നടക്കും. ടൂർണമെന്റ് നടത്തിപ്പിനായി PTA പ്രസിഡന്റ് ശ്രീ ഉമ്മർ പൂണൂർ ചെയർമാനായും ശ്രീ പ്രശാന്ത് PG ജനറൽ കൺവീനറായും SMC ചെയർമാൻ ശ്രീ ശശിധരൻ A ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായും വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. സ്കൂൾ വികസന നിധി സമാഹരണത്തിനായി നടത്തുന്ന ടൂർണമെന്റിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 6 പ്രമുഖ പുരുഷ ടീമുകൾ പങ്കെടുക്കും. ഇതോടൊപ്പം 2 വനിതാ ടീമുകളുടെ പ്രത്യേക മത്സരവും നടക്കും. ടൂർണമെന്റ് നടത്തിപ്പിനായി PTA പ്രസിഡന്റ് ഉമ്മർ പൂണൂർ ചെയർമാനും അധ്യാപകൻ PG പ്രശാന്ത് ജനറൽ കൺവീനറും SMC ചെയർമാൻ A ശശിധരൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായും വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. വിജയികൾക്ക് ഒന്നാം സമ്മാനമായി 33,333 രൂപയും ട്രോഫിയും, രണ്ടാം സമ്മാനക്കാർക്ക് 22,222 രൂപയും ട്രോഫിയും നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം വെള്ളംതട്ട വള്ളിവാണിയ തറവാട് പ്രതിഷ്ഠാ കലശ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. രാവണേശ്വരം വെള്ളംതട്ടയിൽ പണിതീർത്ത വള്ളിവാണിയ തറവാടിന്റെ പ്രതിഷ്ഠാ കലശ കളിയാട്ട മഹോത്സവം ബ്രഹ്മശ്രീ അരവത്ത് പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ 2026 മാർച്ച് 12 മുതൽ 16 വരെ തീയതികളിലായാണ് നടക്കുന്നത്. താന്ത്രിക ആധ്യാത്മിക പരിപാടികൾ സംഘടിപ്പിക്കും. പുതിയ തറവാട് ഭവനത്തിന്റെ കുറ്റിപൂജയും 13 രാവിലെ 9:40 മുതൽ 10:10 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ വടക്കിനിയുടെ ഗൃഹപ്രവേശനവും നടന്നു. 10:30 കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. നിരവധി ഭക്തജനങ്ങൾ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായി. തുടർന്ന് 12 മണിക്ക് തമ്പുരാട്ടി സോവനീർ പ്രകാശനം നടന്നു. കരിവെള്ളൂർ വലിയച്ഛൻ പ്രമോദ് കോമരം സോവനീർ പ്രകാശന കർമ്മം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട തമ്പുരാട്ടി സോവനീർ ഏറ്റുവാങ്ങി. ഏറെ വായിക്കാൻ തുടങ്ങിയത് ആദ്യകാലങ്ങളിൽ വന്നിരിക്കുവാൻ നമ്മുടെ ക്ഷേത്രങ്ങളിലെ സൗകര്യങ്ങളാണ്. പക്ഷെ ഇപ്പോ അത് വായിച്ച് മിക്കവാറും എല്ലാ ക്ഷേത്രത്തിലെ സൗകര്യങ്ങളിലും ഒരേ ചരിത്രം തന്നെ എഴുതപ്പെടുന്നതുകൊണ്ട് ഇപ്പോഴുള്ള പല ക്ഷേത്ര മുദ്രകളുടെ സൗകര്യങ്ങളും വായിക്കാനേ താല്പര്യമുണ്ടാകുന്നത്. കാരണം ആവർത്തനം തന്നെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. വൈകുന്നേരം 5 മണിക്ക് ആചാര്യ വരവേൽപ്പ് നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ബേക്കലിൽ വേടന്റെ സംഗീത പരിപാടി കാണാൻ എത്തിയപ്പോൾ ട്രെയിൻ തട്ടി മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശിവനന്ദിന്റെ മാതാപിതാക്കൾ ജീവനൊടുക്കിയ നിലയിൽ. കാസർഗോഡ് പൊയ്നാച്ചി പറമ്പിലെ വേണുഗോപാലൻ നായർ സ്മിത ദമ്പതികളെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർദ്ധിപ്പിച്ച പാചകവാതക വില കുറയ്ക്കണമെന്നാവശ്യം. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ജനവാസ മേഖലയിലെ ബോക്സൈറ്റ് ഖനനം. CPIM കാടകം ലോക്കൽ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം M മാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാവുകോളി കടപ്പുറത്ത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ 100ഓളം കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി. പരിസ്ഥിതി പ്രവർത്തകരും കാവുകോളി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുമായ ജയേഷിന്റെ നാളുകളായുള്ള പരിചരണത്തിലാണ് കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത്. മടിക്കി ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 15 നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം രഥയാത്ര സംഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട്ട് നടന്ന റൂട്ട് മാർച്ച് പുതിയകോട്ടയ്ക്കും നോർത്ത് കോട്ടച്ചേരിക്കും ഇടയിലായിരുന്നു നടന്നത്. പുല്ലൂർ താളിക്കുണ്ട് ചെറിയടച്ചി താൻതിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നടന്നുവന്ന വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.